ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ആ ഒരു കോഴ്സിലേക്ക് കയറുന്നതിനുള്ള സിലബസ്, എക്സാമിൻ്റെ സിലബസിൻ്റെ കാര്യങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഒരുപാട് ചോദിച്ചു. നമ്മൾ ഡൽഹി പോലീസ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ക്രാഷ് കോഴ്സൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പേ നമുക്ക് ആദ്യം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ബ്രാഞ്ച് കുക്കും സ്റ്റുവേർഡ് പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏജിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൾ ഇന്ത്യയായിട്ട് 50 വേക്കൻസിയാണുള്ളത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിട്ടേൺ ആണ്, ഫിസിക്കലാണ്, അതുപോലെ മെഡിക്കലാണ്. എക്സാം കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാം അല്ല. എന്നാൽ പോലും 50 വേക്കൻസി ഓൾ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് പറഞ്ഞിട്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുന്നു. നവംബർ 30 മുതൽ 7 ഡിസംബർ 2020 വരെയാണ് ഇതിൻ്റെ ഡേറ്റ്. അപ്പോൾ ഇത് സൈറ്റ് ആദ്യം ക്രാഷൊക്കെ ആയിരുന്നു. 30 ഒന്നും ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. 1 2 മുതലാണ് ഈ ഒരു സൈറ്റ് തന്നെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ 7 എന്നുള്ളത് മാറാം. എന്നാൽ പോലും നിങ്ങളത് 7 തന്നെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു എക്സാം പാറ്റേണിൻ്റെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ ഈ ഒരു എക്സാമിനകത്തെന്ന് പറയുമ്പോൾ മൊത്തം 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 80 ക്വസ്റ്റ്യൻ. ഈ ഒരു 80 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 2 ഓപ്ഷൻ, ഹിന്ദി, ഇംഗ്ലീഷ്, ഇങ്ങനെ 2 ഭാഷയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മലയാളികളായതുകൊണ്ട് തന്നെ ഹിന്ദി ആയിരിക്കില്ല എടുക്കുന്നത്, ഇംഗ്ലീഷ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനകത്തെന്ന് പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്സ്, അതുപോലെ ജനറൽ സയൻസ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ്, ഇങ്ങനെയായിരിക്കും ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ റീസണിങ്ങും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ജനറൽ അവെയർനെസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സും ജനറൽ നോളജും ഉണ്ടാകും. ജനറൽ നോളജ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായി പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനറൽ നോളജ് വരും. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന കാര്യം 2020 റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഓരോ ഇവൻറ്റ്സ് ആണ് ഈ ഒരു കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ റീസണിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്ന 10th ആണ് അവർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ഇതിനകത്ത് ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം എന്ന് പറയുന്നത് മാത്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും റീസണിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും 12th ഒരു ലെവൽ കാണും എന്തായാലും എക്സാമിന്. കാര്യം എക്സാം ഓൾ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കട്ട് ഓഫും ആ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്തെന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻസ്, ആവറേജ് പെർസെൻറ്റേജ്, ടൈം ആൻഡ് വർക്ക് ഏരിയ, പ്രോഫിറ്റ്, അതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട്. HCM, LCM കണ്ടുപിടിക്കുന്ന, ഏജിൻ്റെ, പിന്നെ പൈഗ്രാഫ്, പിക്റ്റോഗ്രാഫ്, അങ്ങനെ പൈ ചാർട്ട്, അതൊക്കെ ഉള്ളതായിരിക്കും ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു HCM, LCMനെ കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ അർത്തമെറ്റിക് ഓപ്പറേഷൻസ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, അതുപോലെ പ്രോഫിറ്റ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ടൈം ആൻഡ് വർക്ക്. അപ്പോൾ ഈ ഒരു ടൈം ആൻഡ് വർക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും ആവശ്യമുള്ളതാണ്. SSC GDയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആർമിയിലെ സോൾജർ GDയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ വരുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു കാര്യങ്ങൾ. പിന്നെ ജനറൽ സയൻസ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് 11th 12th ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. നമ്മുടെ ഒരു 10th ലെവലിനകത്തുള്ള ഫിസിക്സും കെമിസ്ട്രി, മാത്സും, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ പൊതുവിൽ എല്ലാവർക്കും മലയാളിയൊക്കെ എളുപ്പമാണ് എങ്കിൽ പോലും അവിടെ നമ്മുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മലയാളിയൊക്കെ കുറച്ചും കൂടുതൽ അറിയാം ഹിന്ദിക്കാരെ വെച്ച് നോക്കും. അത് നമുക്കൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ അവർക്ക് മാത്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവർക്ക് നമ്മളെക്കാട്ടി ഒരുപാട് അറിയാം. അപ്പോൾ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മാത്തമാറ്റിക്സും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇംഗ്ലീഷ് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇറർ കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ
സിനോണിംസ് ആൻറ്റോണിംസ് ഒക്കെ കണ്ടുപിടിക്കും. സിനോണിംസ് എന്ന് പറയുന്നത് മീനിങ് ആണ്, ആൻറ്റോണിംസ് എന്ന് ഓപ്പോസിറ്റ് അതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും ആക്റ്റീവും പാസീവായിട്ടുള്ള വോയിസ് വെർബ്സ് ആ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് നരേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷിനകത്തുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയ്ക്കകത്ത് കറക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ജനറൽ അവെയർനെസ്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ്, അതുപോലെ തന്നെ ജോഗ്രഫിക്കകത്തൊക്കെ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്കത് നോക്കണം, അത് വ്യക്തമായി നോക്കി തന്നെ അത് പഠിക്കണം, അല്ലാതെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. റീസണിങ് ആണെന്നുണ്ടെങ്കിലും ബ്ലഡ് റിലേഷൻ, അതുപോലെ തന്നെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും റീസണിങ്ങിനകത്ത് വരുന്നത്. റീസണിങ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്സിനകത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും ഒരുവിധം എല്ലാ എക്സാംസിനും വരുന്നൊരു സെക്ഷനാണ്. ഡൽഹി പോലീസിലാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീസണിങ്ങിൻ്റെ നോക്കുമ്പോഴും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൽഹി പോലീസിൻ്റെ ക്വസ്റ്റ്യൻസും നോക്കാം. അതിനകത്തുള്ള ലോജിക്കൽ റീസൺസും ഇതുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതും നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നു. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും എക്സാം ജനുവരിയിൽ എക്സാം ആയിരിക്കും, ഈ ഒരു ഡൊമസ്റ്റിക് ബ്രാഞ്ചിൻ്റെ എക്സാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാസത്തെ ടൈം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞുതരാം. അത് പഠിക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ്, അത് ചെയ്യാനുള്ള രീതിയിൽ നമ്മളത് ചെയ്തു തരാം. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫോറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അതുകൊണ്ടാണ് ഫോറം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോറം ഫില്ല് ചെയ്യുക, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ്, നിങ്ങൾ കോഴ്സിൽ എൻറോൾ ചെയ്താലും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം.